സ്റ്റൗ ടോപ്പ് സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗ്രീൻ ചിക്കൻ 65 ആണ്. നമ്മൾ വിജയ് സേതുപതി വൈറലാക്കിയൊരു റെസിപ്പിയാണിത്. ഇതിന് വേണ്ടി 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 3 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഇതിനകത്തേക്ക് വേണ്ട മസാല തയ്യാറാക്കുക. അതിൽ 2 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി, 4 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, 1 പിടി മല്ലിയില, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളകും കൂടെ മിക്സിയിൽ അരച്ചെടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കനിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുക. ഇനി നമ്മൾ അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചിക്കൻ വറുക്കാൻ സമയത്ത് അതിനകത്തേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ ചിക്കനിൽ എല്ലായിടത്തും ആകുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കുക. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഓരോ കഷ്ണം ചിക്കൻ ഇട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ മസാല നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ വളരെ ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ 2 ഭാഗവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് തമിഴിൽ നമ്മുടെ വിജയ് സേതുപതി ഒരു കുക്കറി ഷോയിൽ പറഞ്ഞ നല്ല വൈറലായ ഗ്രീൻ ചിക്കൻ 65 ആണ്. അപ്പോൾ അതിനകത്ത് പുതിനയില കൂടെ ചേർക്കാൻ പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ പുതിനയിലില്ല, പക്ഷേ ഇത് നല്ല ടേസ്റ്റിയാണ്. ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.